ചക്കംകുളം ശാസ്താക്ഷേത്രം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തൃശ്ശൂർ പട്ടണത്തിൽ നിന്ന് ഉദ്ദേശം 10 കിലോമീറ്റർ തെക്കോട്ട് പോയാൽ എറണാകുളം റൂട്ടിൽ കൂടെ തെക്കോട്ട് പോയാൽ തലൂര് എന്ന പ്രദേശത്ത് എത്തിച്ചേരും. അവിടെയാണ് റോഡിന്റെ പടിഞ്ഞാറ് വശത്താണ് ഈ ക്ഷേത്രം, വളരെ മനോഹരമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു ശാസ്താ ക്ഷേത്രമായിട്ടാണ് നിലനിന്ന് പോരുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പഴക്കത്തെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകമായ നിർണായകമായ രേഖകളോ അതുപോലെ തന്നെ മറ്റ് ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. എന്നാലും ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പണ്ട് മുതൽ പങ്കെടുത്തിരുന്ന ക്ഷേത്രങ്ങളുടെ പഴക്കം തന്നെ ഇതിന് ഉണ്ട് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. കാരണം ചക്കംകുളം ശാസ്താവിനും ആറാട്ടുപുഴ പൂരത്തിൽ വളരെ വലിയ ഒരു പങ്ക് ആയിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഒരു കാലത്ത് ചാത്തക്കുടത്തിന്റെ പൂരം കഴിഞ്ഞാൽ ആറാട്ടുപുഴയിൽ ചക്കംകുളം ശാസ്താവിന്റെ പൂരമാണ് ഉണ്ടായിരുന്നത്. ഈ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ആഘാതത്താൽ സാമ്പത്തികമായ തളർച്ച ഉണ്ടായതിന്റെ പേരിൽ ആ പൂരം ഇപ്പോൾ നടത്തി വരുന്നില്ല. എന്നിരുന്നാലും ക്ഷേത്ര സംബന്ധമായ എല്ലാ പൂജകൾക്കും വിശേഷാൽ പൂജകൾക്കും വിശേഷങ്ങൾക്കും യാതൊരു ന്യൂനതയും സംഭവിക്കാതെ ഇവിടുത്തെ ഊരാളന്മാര് മറ്റ് നാട്ടുകാരുടെ കമ്മിറ്റിയും കൂടി അത് നടത്തി പ്രോത്സാഹിപ്പിച്ച് വിശ്വസനീയമായ രൂപത്തിൽ ഭക്തിവിശ്വാസത്തോടു കൂടി തന്നെ പുലർത്തിപ്പോരുന്നു. ഉദ്ദേശം 2500 പരം കൊല്ലങ്ങൾ പഴക്കം കണക്കാക്കാവുന്ന ഈ ക്ഷേത്രം ആറാട്ടുപുഴ പൂരത്തിന്റെ ആരംഭത്തോടുകൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ഈ ക്ഷേത്ര സമുച്ചയം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് 2 നിലയിലുള്ള ഗോപുരം ആണ് ഉള്ളത്. വളരെ വലിയതും വിശാലവുമായ ഒരു ക്ഷേത്ര ശില്പ രൂപം തന്നെയാണ് ഇത്. 4 ഭാഗത്തും ആനവയറ മതിലുകളുണ്ട്. ഉള്ളിൽ 4 ഭാഗത്തുമായി ക്ഷേത്രത്തോട് അനുബന്ധിച്ച് കെട്ടിടങ്ങൾ ഉണ്ട്. അതിൻ്റെയും ഉള്ളിൽ വിളക്കുമാടത്തറ ഉണ്ട്. ചതുരാകൃതിയിലാണ് ഇവിടുത്തെ ശ്രീലകം. അതിൻ്റെ ഗർഭഗൃഹവും മറ്റ് ശ്രീലകവും എല്ലാം വളരെ ഭംഗിയായി വളരെ ചാതുര്യത്തോടു കൂടി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെയാണ് ശാസ്താവിന്റെ പ്രതിഷ്ഠ. മറ്റ് ഒരു താഴ്ന്ന ഭാഗത്തേക്ക് തോന്നുന്ന വിധത്തിലാണ് അവിടുത്തെ ദേവന്റെ ഇരിപ്പ്. വളരെ മനോഹരമായ പ്രതിഷ്ഠയും അതുപോലെ തന്നെ അതിനനുസരിച്ച പൂജകളും വിശേഷാൽ പൂജകളും ഇവിടെ കൈപ്പറ്റുന്നു, അവിടെ നടത്തി വരുന്നു. ചുറ്റുപാടും ചുറ്റമ്പലം ഉണ്ട്. ഇവിടുത്തെ വഴിപാടുകൾ സാധാരണയായി ശാസ്താക്കന്മാർക്ക് ഉള്ള മാതിരി തന്നെ ഇളനീരാട്ടം,
ഇളനീര് ഉടയ്ക്കൽ, ശാസ്താക്കന്മാർക്കുള്ള മറ്റ് നിവേദ്യം, പായസം, വെള്ളച്ചോറ്, വിളക്കുവെപ്പ്, എള്ളുതിരി കത്തിക്കൽ, ശനിക്ക് ശനിദോഷം തീരുവാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. ശാസ്താവ് ശനി ആയത് കാരണത്താൽ ശാസ്താവിനെ എള്ളുതിരി കത്തിക്കുന്ന സംഭവം നടക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയ അട മാത്രമല്ല, അവിടെ പ്രത്യേകമായിട്ട് നെയ്യപ്പം എന്ന് പറയുന്ന ഒരു പ്രത്യേക വഴിപാട് അവിടെ നടക്കുന്നുണ്ട്. അത് ഭക്തജനങ്ങൾക്കെല്ലാം വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാക്കി അല്പം അവിടെ വന്നവർക്ക് വിതരണം ചെയ്യുക എന്ന ഒരു പതിവുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ പൂര ദിവസമായ പുണർദം നാളിൽ. അങ്ങനെ എല്ലാം കൊണ്ടും പൂജകളെ കൊണ്ടും നിവേദ്യങ്ങളെ കൊണ്ടും സമ്പുഷ്ടമായ ഒരു ക്ഷേത്രമാണ് ഇത്. ഇവിടുത്തെ ദേവൻ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം, തലയ്ക്ക് മുകളിലുള്ള എല്ലാ രോഗങ്ങൾക്കും ഈ ദേവൻ ഒരു വൈദ്യൻ എന്ന പോലെ ആ രോഗശമനം നടത്തുന്ന ഒരു ദേവനാണ് എന്നുള്ളതാണ്. കണ്ണിനും കാതിനും അങ്ങനെ ബുദ്ധിശക്തിക്കും എല്ലാം വളരെ ഫലപ്രദമായ ഒരു ചികിത്സയുടെ സ്ഥാനത്ത് തന്നെ അവിടെ നടത്തുന്നു. വഴിപാടുകൾ നേരുന്നു. കണ്ണെടുത്തു വയ്ക്കുക, ഭ്രാന്തിനും ചിത്തഭ്രമത്തിനും വേണ്ടിയുള്ള പ്രത്യേക വഴിപാടുകൾ നേദിക്കുക തുടങ്ങിയവ എല്ലാം ഇവിടുത്തെ പ്രത്യേകതയാണ്. ഈ ചക്കംകുളം എന്നുള്ള വാക്ക് തന്നെ യഥാർത്ഥത്തിൽ അർക്കൻ കുളം ngര എന്നുള്ള വാക്കിൽ നിന്നാണ് വാക്ക് ലോപിച്ചതാണ്. അർക്കൻ എന്നാൽ സൂര്യനാണല്ലോ, ശനിയായിട്ടും വ്യാഖ്യാനിക്കുമല്ലോ ശാസ്താവിനെ. അപ്പോൾ അർക്കന്റെ പുത്രൻ അല്ലെങ്കിൽ സൂര്യനുമായി ഏതോ തരത്തിൽ അതിഗാഠമായ ബന്ധം ഉള്ളതായിട്ടുള്ള ഒരു ദേവൻ എന്നുള്ള അർത്ഥത്തിൽ അർക്കൻ കുളങ്ങരയാണ് ചക്കംകുള ngരയായി ലോപിച്ചു വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, ഈ ദേവൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് 4 മണി മുതലുള്ള സൂര്യകിരണം അതിമനോഹരവും മന്ദ ഉഷ്ണവുമായ തോടുകൂടിയതുമായ പ്രഭാമയമായ ആ സൂര്യകിരണം 4 മണിയോടുകൂടി ഈ ദേവന്റെ തിരുമുഖത്ത് ധാരാളം നേരം അടിച്ചുകൊണ്ടിരിക്കുക. കിരണം മുഖത്തേക്ക് തന്നെ സ്ഥിതി ചെയ്യുന്ന രൂപത്തിൽ അത് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇത് ആണ് ഈ സൂര്യനുമായി ബന്ധപ്പെട്ട് ഈ ദേവനെ കുറിച്ച് പറയുന്നത്. ഇതിന്റെ മധ്യത്തിൽ ഏതെങ്കിലും വൃക്ഷമോ മറ്റെന്തെങ്കിലും നിഴലുകൾ പറ്റാവുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും വസ്തുവോ അവിടെ വളരുകയില്ല. എത്ര നട്ടുപിടിപ്പിച്ചാലും ആല് പോലും അവിടെ വളരുകയില്ല. അത്രയ്ക്കും ശക്തിമത്തായിട്ടുള്ള ആ സൂര്യകിരണവും ഭഗവാന്റെ മുഖവുമായുള്ള ബന്ധം അവിടെ നടന്നു വരുന്നുണ്ട് എന്നുള്ളത് ഇവിടുത്തെ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഒരു വിശേഷതയാണ്. സാധാരണയായി ഇവിടത്തെ വിശേഷങ്ങൾ മറ്റ് ശാസ്താക്ഷേത്രങ്ങളിൽ ഉള്ളതുപോലെ തന്നെയാണ്. എല്ലാ ശനിയാഴ്ചയും ഇവിടെ വിശേഷങ്ങൾ തന്നെയാണ്.
ശാസ്താവിൻ്റെ ഇതായ മണ്ഡലകാലം ഇവിടെ വളരെ കേമമായിട്ടാണ് ആഘോഷിച്ചു വരുന്നത്. നവരാത്രിയും കന്നിമാസത്തിലെ നവരാത്രിയും ഇവിടെ കേമമായി വളരെ ഗംഭീരമായി ആഘോഷിച്ച് വരുന്നു. ഏറ്റവും പ്രധാനമായി പറയാവുന്നത് ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന പൂര വിശേഷങ്ങളും പൂജകളും ചടങ്ങുകളും പൂരങ്ങളും എല്ലാം ആണ്. ഈ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് എന്ന വിശ്വാസമാണ് ഇവിടുത്തെ ജനങ്ങൾ പുലർത്തിപ്പോരുന്നത്. മീനമാസിലെ മകീരം നാൾ തന്നെയാണ് ഇവിടുത്തെ ദേവന്റെ പ്രതിഷ്ഠാദിനവും. അന്ന് വളരെ കേമമായ ചടങ്ങുകളും എഴുന്നള്ളിപ്പുകളും എല്ലാം ഉണ്ടാകുന്നുണ്ട്. നിവേദ്യങ്ങളും സ്പെഷ്യൽ പൂജയും എല്ലാം ഉണ്ടാകുന്നു. അന്ന് തന്നെയാണല്ലോ ആറാട്ടുപുഴ പൂരത്തിൻ്റെ കൊടിയേറ്റവും ഇവിടെ നടക്കുന്നത്. ആയതിനാൽ ഈ ദിവസത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ഇതിലെ ഊരാളന്മാരിൽ പലരും വളരെ ഭക്തിയോടുകൂടി ഈ ദേവന്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുക്കളായി ഉത്സാഹത്തോടുകൂടി പ്രവർത്തിച്ച് പോരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഊരാളന്മാരിൽ ചിലർ എളങ്ങല്ലൂർ, മേക്കാളി, വീമ്പൂര്, പത്തിയിൽ എന്നീ 4 ഇല്ലക്കാരാണ്. എന്നാൽ 80 വർഷങ്ങളിൽ മീതെയായി ഇളങ്ങല്ലൂർ ഇല്ലക്കാരാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തി കൊണ്ടുപോകുന്നത്. ഭൂനിലവിലിനെ തുടർന്ന് വളരെ സാമ്പത്തികമായ ഭൂമിയെല്ലാം നഷ്ടപ്പെട്ട ഇതിൻ്റെ ഫലമായി നടവരവുകൾ കുറഞ്ഞതിൻ്റെയും മറ്റും ഫലമായി ഇല്ലങ്ങളും ഒരുവിധം നശിച്ച മട്ടായല്ലോ. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫലമായി ഇവിടുത്തെ നിത്യനിദാനം നടത്തിക്കൊണ്ടുപോകാൻ വളരെ പ്രയാസപ്പെട്ടിരുന്നു. എങ്കിലും യാതൊരു കാര്യത്തിനും ഭംഗം വരാതെ തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരുടെ സഹായത്തോടും കൂടി നിർവഹിച്ച് പോന്നിരുന്നത്. ആറാട്ടുപുഴയിൽ നടന്ന് വന്നിരുന്ന ചക്കംകുളം ശാസ്താവിൻ്റെ പൂരം ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് നടത്തി വരുന്നത്. യാതൊരു ലോഭവും കാണിക്കാതെ സഹകരണത്തോടുകൂടി നാട്ടുകാരുടെ കമ്മിറ്റിയും ഊരാളനും ചേർന്ന് വളരെ ഭംഗിയായി എല്ലാ കാര്യങ്ങളും നടത്തി വരുന്നു. പ്രധാന ഊരാളനും തന്ത്രിയും ഇളങ്ങല്ലൂർ ഇല്ലക്കാർ തന്നെയാണ്. നടത്തിപ്പിലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് അവർ ശ്രദ്ധാലുവായി തീരുന്നത്. പൂരം സംബന്ധമായി മകീരം നാൾ മുതൽ എല്ലാ ദിവസവും പ്രത്യേക പൂജയും നവകവും ശ്രീഭൂതബലിയും തുടങ്ങിയതായ പ്രത്യേക പൂജകളും വിശേഷങ്ങളും ആഘോഷിച്ച് വരുന്നുണ്ട്. നാട്ടുകാരുടെ കമ്മിറ്റിയും സെൻട്രൽ കമ്മിറ്റിയുടെ സഹായവും പ്രോത്സാഹനവും കൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തി വരുന്നു.
മകീരം മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെ ആരംഭ ദിവസം ഇവിടെ കുറിക്കുന്നത് മകീരം നക്ഷത്രം മുതലാണ്. മകീരം നാളിൽ കൊടി കയറി അതിനുശേഷം ഊരാളന്മാരുടെ അനുമതി വാങ്ങി പാണി കുട്ടി ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളി തൈക്കാട്ടുശ്ശേരി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. ശാസ്താവ് ചെന്നതിന് ശേഷമേ തൈക്കാട്ടുശ്ശേരി ഭഗവതിക്ക് പുറപ്പെടാൻ പാടുള്ളൂ. ഭഗവതി സഹോദരി സ്ഥാനത്താണ് സങ്കല്പം. അതുകൊണ്ട് ആയില്യം നാൾ രാത്രി തലൂര് പോത്തോട്ടപ്പറമ്പിൽ വെച്ച് വേർപിരിയൽ എന്ന ചടങ്ങ് നടത്തുന്നതുവരെ ഇവർ തമ്മിൽ ഒരുമിച്ച് തന്നെയാണ് എല്ലാ പറകളിലും അതുപോലെ തന്നെ മറ്റ് പൂരസംബന്ധമായ എല്ലാ ഇറക്കി എഴുന്നള്ളിപ്പുകളിലും പങ്കെടുക്കാറ്. തൈക്കാട്ടുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ കൊടിയേറ്റം എല്ലാം കഴിഞ്ഞ് ദേവിയുടെ ആറാട്ടും അതുപോലെ തന്നെ ശാസ്താവിൻ്റെ പറ എടുപ്പും എല്ലാം കഴിച്ച് ക്ഷേത്രത്തിലേക്ക് മടങ്ങിപ്പോരുന്നു. പിറ്റേ ദിവസം തിരുവാതിര നാളിൽ ശാസ്താവ് ഇറക്കി പൂജകൾക്കും മറ്റ് പറ എടുക്കുന്നതിനും വേണ്ടി പുറപ്പെടുന്നു. ത്രൈലോക്യമംഗലത്തെ ശിവക്ഷേത്രത്തിലെ ഇറക്കിപ്പൂജയ്ക്ക് ശേഷം പടുതോൾ ഇല്ലത്ത് ഇറക്കിപ്പൂജ നടത്തുന്നു. ആട്ടിരി മുത്തയിടത്ത് മന പൊഴിച്ചൂർ മന എന്നിവിടങ്ങളിലെ ഇറക്കിപ്പൂജയ്ക്ക് ശേഷം ചാത്തക്കുടം ശാസ്താവിൻ്റെ പുറപ്പാടിനായി വൈകുന്നേരത്തോടെ ചാത്തക്കുടത്ത് എത്തിച്ചേരുന്നു. അവിടെ ഇറക്കിപ്പൂജ കഴിച്ച് ഇരിക്കുമ്പോഴേക്കും ചാത്തക്കുടം തിരുവാതിര പുറപ്പാടിനുള്ള സന്ദർഭമായി. അവിടെ ചാത്തക്കുടം ശാസ്താവും സഹോദര സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. ചാത്തക്കുടം ശാസ്താവിൻ്റെ കൂടെ ചക്കംകുളവും തൈക്കാട്ടുശ്ശേരി ഭഗവതിയും തിരുവാതിര വിളക്കിൽ പങ്കെടുത്ത് അവിടെ നിന്ന് അവണാമനയിൽ ഇറക്കി പൂജ നടത്തിയ ശേഷം ചക്കംകുളം ശാസ്താവ് കാലത്ത് തൈക്കാട്ടുശ്ശേരി പൂരത്തിനായി ക്ഷേത്രത്തിൽ എത്തുന്നു. തൈക്കാട്ടുശ്ശേരി പൂരം കഴിഞ്ഞ് അവിടുത്തെ ഇടവഴി പൂരവും കഴിഞ്ഞ് ശാസ്താവ് തിരിച്ച് തൻ്റെ സ്വക്ഷേത്രത്തിൽ എത്തുന്നു. പുണർദം നാളിലാണ് ചക്കംകുളം ശാസ്താവിൻ്റെ സുപ്രസിദ്ധമായ ചക്കംകുളം പുണർദം വിളക്ക് ആഘോഷിക്കുന്നത്. 5 ദേവീദേവന്മാരും കൂടി വിളക്ക് നടത്തുന്നു. അന്ന് സന്ധ്യയ്ക്ക് വടക്കനിയടുത്ത് തെക്കനിയടുത്ത് പള്ളത്തേരി എന്നീ മനകളിലെല്ലാം ഇറക്കി പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ക്ഷേത്രം പടിഞ്ഞാട്ടാണ് ദർശനം എന്ന് ഇതിനു മുന്നേ പറഞ്ഞുവല്ലോ. അതിൻ്റെ ക്ഷേത്രാങ്കണത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് അതിപ്രസിദ്ധമായ വിളക്കിന് പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ എഴുന്നള്ളുന്നു. പിന്നീട് വിളക്കിനായി വീണ്ടും പഞ്ചവാദ്യം കഴിഞ്ഞ് അകത്തേക്ക് എഴുന്നള്ളിക്കുന്നു. വീണ്ടും താമസിയാതെ തന്നെ 11 മണിക്ക് ശേഷം 12 മണിയോടുകൂടി
വീണ്ടും വിളക്കിനു വേണ്ടി എഴുന്നള്ളിക്കുന്നു. രാത്രി 12 മണിയോടെ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന വിളക്കിൽ 5 ദേവീദേവന്മാരാണ് പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞുവല്ലോ. അത് ചക്കംകുളത്തിനു പുറമെ ചാത്തക്കുളം, ചിറ്റിച്ചാത്തക്കുളം എന്നീ ശാസ്താക്കന്മാരും തൈക്കാട്ടുശ്ശേരി, ഇടക്കുന്നി തുടങ്ങിയ ദേവിമാരും ആണ് പങ്കെടുക്കുന്നത്. രാത്രി അതിഗംഭീരമായ പഞ്ചാരി മേളത്തോടുകൂടി പ്രഭാതമാവുന്നതോടെ മേളം അവസാനിക്കുന്നു. പൂയം നാളിൽ ഇത് പുണർദം നാളിലാണ് ഈ സംഭവം നടക്കുന്നത്. അടുത്ത ദിവസം പൂയം നാള് പെരുവനം പൂര ദിവസമാണ്. പൂയം നാള് ഉച്ചയോടുകൂടി കപ്ലിങ്ങാട്ട് മനക്കിൽ ഇറക്കി പൂജയ്ക്ക് പുറപ്പെട്ട് വൈകുന്നേരം പെരുവനം പൂരത്തിൽ പങ്കെടുക്കുവാൻ പോകുന്നു. പെരുവനത്ത് രാത്രി 1 മണിക്ക് നടക്കുന്നതായ 11 ദേവീദേവന്മാരോടുകൂടി പഞ്ചാരി മേളത്തോടുകൂടി നടക്കുന്നതായ പെരുവനം ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് നടക്കുന്നതായ ആ വിളക്കാചാരത്തിൽ വളരെ പ്രധാനമായ ഒരു സ്ഥാനമാണ് ചക്കംകുളം ശാസ്താവിന് ഉള്ളത്. പൂരം കഴിഞ്ഞ് ഊരകത്തിന്റെ പൂരം കഴിഞ്ഞ് നട ഒഴിവായാൽ അവിടെ നിന്ന് ചക്കംകുളം ശാസ്താവ് ഒരു ഇറക്കത്തോടുകൂടി മേളം കൊട്ടി ഇറങ്ങുന്നു. ആദ്യകാലത്ത് അടുത്ത കാലം വരെ അവിടെ ചക്കംകുളത്തിനും പൂരം ഇറക്കമായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. പിറ്റേ ദിവസം ആയില്യം നാൾ തലോർ ശിവക്ഷേത്രത്തിലും ഇളങ്ങല്ലൂർ മന എന്നിവിടങ്ങളിൽ ഇറക്കിപ്പൂജ നടത്തി പോത്തോട്ട് പറമ്പിൽ വെച്ച് ശാസ്താവും തൈക്കാട്ടുശ്ശേരി ഭഗവതിയും തമ്മിൽ കൂടി ഉപചാരം നടത്തി അവിടെ വെച്ച് പിരിയുന്നു. പിന്നെ പൂരത്തോടനുബന്ധിച്ച് അവർ ഒന്നിച്ച് ചേരുന്ന കാര്യം അധികം ഇല്ല. മൂത്തയിടത്ത് മനക്കിൽ ഇറക്കി പൂജയ്ക്ക് ശേഷം ശാസ്താവ് ക്ഷേത്ര ഊട്ടുപുരയിൽ ഇരിക്കുന്നു. പണ്ടുകാലത്ത് പെരുന്തടപ്പ് കടലായിൽ ഇല്ലത്തായിരുന്നു അത്രേ അന്നത്തെ ഇറക്കി പൂജ. രാവിലെ പിടിക്കപ്പറമ്പ് ക്ഷേത്രത്തിലെ ചടങ്ങുകളും തുടർന്നുള്ള ആനയോട്ടവും നടത്തുന്നു. ആയില്യം ദിവസമായ അന്ന് പിടിക്കപ്പറമ്പിൽ ശാസ്താവ് ചെന്ന് ഓട്ടത്തിൽ പങ്കെടുത്ത് അവിടെ ശിവനെ പ്രദക്ഷിണം ചെയ്ത് ചാത്തക്കുളം ശാസ്താവിനോട് ഉപചാരം ചൊല്ലി മനക്കിലേക്ക് പോകുന്നു. തൃക്കൂര് ശിവക്ഷേത്രത്തിലേക്ക് ആണ് ആ പോക്ക്. ആറാട്ടുപുഴ പൂരത്തിൽ പോകുവാൻ അനുമതിയും തൻ്റെ അനുവാദവും കൊടുത്ത് അവിടെ നിന്ന് പോരുന്നു. തൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് ഇവിടുത്തെ തൃക്കൂര് ക്ഷേത്രത്തിലെ ശിവനെ കണക്കാക്കി പോരുന്നത് എന്നാണ് വിശ്വാസം. ആറാട്ടുപുഴ പൂരത്തിന് പോകുവാൻ വേണ്ടതായ അനുമതി തേടുകയാണ് ചെയ്യുന്നത്.
അവിടെ പുടവ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. പട്ട് അനുമതിയും വാങ്ങുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. ശിവേലിക്ക് ശാസ്താവിനെ കൂടെ എഴുന്നള്ളിക്കുന്നുണ്ട്. അവിടുത്തെ തൃക്കൂരപ്പന്റെ വൈകുന്നേരത്തെ ശിവേലിക്ക് ശാസ്താവ് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു വിശേഷതയാണ്. പൂരത്തിനാൾ വൈകിട്ട് ശാസ്താവ്, ചക്കംകുളം ശാസ്താവ് ആറാട്ടുവഴിക്ക് പുറപ്പെടുന്നു. പഴയ കാലത്ത് ആറാട്ടുവഴിയിൽ ചാത്തക്കുളത്തിന് ശേഷം ചക്കംകുളത്തിന്റെ പൂരം ഗംഭീരമായി നടന്നിരുന്നു എന്ന് ഇതിനു മുന്നേ പറഞ്ഞുവല്ലോ. പഞ്ചാരിമേളത്തോടെ കയറ്റമായിട്ടാണ്, തെക്ക് നിന്ന് വടക്കോട്ട് കയറ്റമായിട്ടാണ് പൂരം നടന്നിരുന്നത്. പിന്നീട് കാലഘട്ടത്തിന്റെ വിളിച്ചറിയിപ്പിൽ കാലാന്തരപ്പെട്ടപ്പോൾ എല്ലാം മങ്ങി മറഞ്ഞു, പലതും സ്തംഭിച്ചു, പലതും ഇല്ലാതായി, അപൂർവം ചിലത് നിലനിന്നു. അങ്ങനെ നിലനിന്നു പോന്ന അപൂർവം ക്ഷേത്രങ്ങളിൽപ്പെട്ട ഒന്നാണ് ചക്കംകുളം ക്ഷേത്രവും. ഇവിടെ പൂരം പിന്നീട് തുടങ്ങിയില്ല, മുടങ്ങി. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പോരുന്നത്. സെൻട്രൽ കമ്മിറ്റിയുടെയും മറ്റു നാട്ടുകാരുടെയും എല്ലാം പ്രേരണ ഉണ്ടെങ്കിലും പൂരം പുനരാരംഭിക്കുവാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. ആറാട്ടുപുഴയിൽ നിന്ന് എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ഉപചാരവും, പൂരത്തുനിന്ന് ഉത്രനാളിൽ ശാസ്താവിനുള്ള ഉപചാരവും പറഞ്ഞുകൊണ്ട് ഇളങ്ങല്ലൂർ, കുറശ്ശലൂർ എന്നീ മനകളിൽ ഇറക്കി പൂജ കഴിഞ്ഞതിന് ശേഷം എടക്കുന്നി ഉത്രം വിളക്കിന് വേണ്ടി പങ്കെടുക്കുന്നു. എടക്കുന്നി വിളക്കിന് ശാസ്താവിനെ എഴുന്നള്ളിപ്പ് പതിവുണ്ട്. എടക്കുന്നി ക്ഷേത്രത്തിലെ അന്നത്തെ രാത്രിയിലെ വിളക്ക് കഴിഞ്ഞ് പിറ്റേ ദിവസം ശാസ്താവ് അവിടുത്തെ ക്ഷേത്ര അങ്കണത്തിലെ ചെറിയ പൂരവും കഴിഞ്ഞ് എടക്കുന്നി ഭഗവതിയോട് യാത്ര പറഞ്ഞ് അത്തം നാളിൽ എളങ്ങല്ലൂർ മനയിൽ ഇറക്കി പൂജയ്ക്ക് ശേഷം ശാസ്താവിന്റെ സ്ഥലമായ ശാസ്താമഠം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് ഇറക്കി പൂജ നടത്തി അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്ന വഴിക്ക് ക്ഷേത്രത്തിൻ്റെതായ വക ഭൂമിയായിരുന്ന ഒരു പാടത്ത് ആനയെ കൊണ്ട് ചാല് ഇടിക്കുക, കൃഷിയുടെ പ്രാരംഭ കുറിക്കുക, ഉദ്ഘാടനം നടത്തുക എന്ന സങ്കല്പത്തിൽ ദേവന് അതിപ്രാധാന്യം കൊടുത്തുകൊണ്ട് ആനയെ കൊണ്ട് ചാല് കീറിച്ച് ക്ഷേത്രത്തിലേക്ക് മടങ്ങി പോയി. അതേവരെ നടന്നതായ ചടങ്ങുകൾ ആവർത്തിക്കുന്നതിന് മുന്നേ കൊടിക്കുത്ത് നടത്തി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോയി നവകവും ശ്രീഭൂതബലിയും തുടങ്ങിയ വിവിധ തരത്തിലുള്ള എല്ലാ പൂജകളും അവസാനിപ്പിക്കുന്നു. സാധാരണ ഒരു നേരം മാത്രമേ മകീരം മുതൽ അത്തം വരെ അവിടെ പൂജ പതിവുള്ളൂ എന്നുള്ളതും എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഒരു കാര്യമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും സർവ അഭീഷ്ടദായകനും ക്ഷിപ്രപ്രസാദിയും
അതേമാതിരി ഭക്തവത്സലനുമായ സന്യാസി തുല്യനായ ഒരു മനീഷിയുടെ ശാന്ത സുന്ദരമായ സങ്കല്പങ്ങളോടുകൂടി ആണ് ഈ ദേവനെ നിത്യവും ഭക്തജനങ്ങൾ ഭക്തിവിശ്വാസത്തോടുകൂടി ആരാധിച്ചു പോരുന്നത്.